സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഇവർ മിണ്ടായിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് സുവിശേഷം 10:40 വാക്യം. ഇവർ മിണ്ടായിരുന്നാൽ കല്ലുകൾ ആർക്കപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് സുവിശേഷം 10:40 വാക്യം. ആളുകൾ യേശുവിനെ ആസ്വദിച്ചപ്പോൾ അവർ ശാസിപ്പാൻ മാതാപിതാക്കന്മാർ അവനോട് ആവശ്യപ്പെട്ടു. അതിന് യേശു പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ സ്നേഹിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്തവനോട് നമ്മുടെ സ്വന്തം സ്തുതി എങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയും? അവൻ സകല ആരാധനയും യോഗ്യനാണ്. അവൻ അർഹിക്കുന്ന ബഹുമാനം നൽകാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തട്ടെ. എല്ലാ സൃഷ്ടികളും അവനെ സ്തുതിക്കുന്നു. സൃഷ്ടികൾ ഏതെല്ലാം വിധത്തിലാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? നമ്മുടെ സൃഷ്ടാവിനോടുള്ള ദൈനംദിന ആരാധനയിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കുചേരാൻ കഴിയും? പ്രാർത്ഥിക്കാം. സൃഷ്ടാവായ ദൈവമേ, അങ്ങ് എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും നന്ദിക്കും അർഹനാണ്. എൻ്റെ ഹൃദയം കഠിനമാവുകയും അങ്ങനെ യോഗ്യത കാണാതെ പോവുകയും ചെയ്യുമ്പോൾ എല്ലാ സൃഷ്ടികളും അങ്ങ് സ്തുതിക്കുന്നുവെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാതെ നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.